സത്യം മുന്നിൽ വന്നെന്ന് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കില്ല. ഇനി നിങ്ങളത് കണ്ടു തന്നെ മനസ്സിലാക്ക. നോക്ക്. ഒരിക്കൽ ഞാൻ ഗോകുലിനോട് നേരിട്ട് സംസാരിച്ച് പരാജയപ്പെട്ടതാ. പക്ഷേ ഇപ്പൊ സാഹചര്യം മാറി. ഇപ്പൊ എന്ത് സാഹചര്യമാണ് മാറിയത്? മൂർത്തി, ഗോകുലിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭയം എന്താണെന്നറിയോ? ഇല്ല. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി അർച്ചന സച്ചിയുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന നിമിഷം. ആ ഒരു നിമിഷത്തെയാ ഗോകുൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ഇപ്പൊ അയാൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ആ പേടിയോടെയാ അയാൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അർച്ചനയുമായി കൂടുതൽ അടുത്തിടപഴകാനും അവളെ കൂടുതൽ സ്നേഹിക്കാനും അയാൾ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അയാളുടെ ഭാര്യയുടെ സ്ഥാനത്തായിരുന്നു അവൾ. ഈ ഒരു അവസ്ഥയിൽ അർച്ചന ഒരു കാര്യം അയാളോട് ആവശ്യപ്പെട്ട അയാൾക്കത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യയോട് സ്നേഹമുള്ള ഏതൊരു ഭർത്താവും ഇത് ചെയ്യും. അല്ല, ഒന്നിനു വേണ്ടിയും കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ് ഗോകുൽ സാർ എന്ന് മാഡം തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെ, ഞാൻ തന്നെ അത് പറഞ്ഞത്. പക്ഷെ ഈ കാര്യത്തിൽ അർച്ചന പറഞ്ഞാൽ അയാൾ കേൾക്കും. അല്ല, അവരെ തന്നെ ആയുധമാക്കി അവരെ നശിപ്പിക്കുക, അതല്ലേ മാഡത്തിന്റെ ഉദ്ദേശ്യം? അത് തന്നെ എന്റെ ഉദ്ദേശം. സ്വന്തം കുടുംബത്തിന്റെ നാശത്തിന് വേണ്ടി ഗോകുലിനോട് റെക്കമെൻഡ് ചെയ്യുന്നത് അർച്ചനയായിരിക്കും. അതിനുള്ള കീയ ഞാൻ കൊടുത്തുവിട്ടിരിക്കുന്നത്. അത് വർക്കായാൽ മാഡത്തിന്റെ ഭാഗ്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വർക്കാവും മൂർത്തി. അർച്ചനയ്ക്ക് ഇതിപ്പോ സ്വന്തം വീടിനെതിരെയാണെന്നൊന്നും അറിയില്ല. അവൾ ചെന്ന് ഗോകുലിനോട് ഞാൻ ആവശ്യപ്പെട്ട കാര്യം അതുപോലെ പറയുകയും ചെയ്യും. അർച്ചനയോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ട് ഗോകുലും അവൾ ആവശ്യപ്പെട്ടത് ചെയ്യും. അത് ചെയ്യാതിരിക്കാൻ ഇപ്പൊ ഗോകുലിന് കഴിയില്ല. അർച്ചനയിലൂടെ നമ്മൾ നമ്മളുടെ ലക്ഷ്യം നേടിയിരിക്കും. ഇതിനൊക്കെ ഭേദം താനാ കത്തിയോടെ ഞാൻ കുത്തിക്കൊല്ലുന്നത്. ഒന്ന് അടങ്ങും സാറേ. കുത്തിക്കൊല്ലണോ വെട്ടിക്കൊല്ലണോ എന്നൊക്കെ നമുക്കിപ്പൊ തന്നെ തീരുമാനിക്കാം. എടോ, എന്തിനാ താൻ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? കാര്യങ്ങൾ സംസാരിച്ചാ പോരെ? എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. തനിക്ക് എന്താ ചോദിക്കാനുള്ള വെച്ചാൽ ചോദിക്കണോ, വെറുതെ ഇങ്ങനെ പട്ടിഷോ കാണിക്കാതെ. ഈ ഭ്രാന്തം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ താനും കൂട്ടി നിൽക്കുകയാണോ? തന്റെയും കൂടെ അറിവോടാണോ ഇയാളിനെ തട്ടിക്കൊണ്ട് വന്നത്? ഈ തെമ്മാർത്ഥത്തിന് കൂട്ടി നിൽക്കാനാണോ താൻ നിയമം പഠിച്ചത്? സോറി സർ, സച്ചിയോട് സംസാരിക്കണമെന്ന് ഞാൻ സാറിനോട് പലതവണ പറഞ്ഞതല്ലേ. സാർ ഒരു തവണ പോലും ചെവി കൊണ്ടില്ലല്ലോ. സച്ചി പ്ലീസ്, സാറിനെ അഴിച്ചുവിട്, നമുക്ക് സംസാരിച്ച് തീർക്കാം. വക്കീലെ, ഇയാളോട് ഒരു ദാക്ഷിണ്യോ ഇനി ഞാൻ കാണിക്കില്ല. 10 കൊല്ലം എന്റെ ജീവിതം തൊലച്ച് എന്നെ ഈ നിലയിലാക്കിയത് ഇയാളാ. സത്യങ്ങളെല്ലാം വക്കീലിന് അറിയാലോ. ആ സത്യം ഇന്ന് ഇവിടെ വെച്ച് ഇയാൾ കൂടി അറിയണം. എടോ, തനിക്ക് മുഴുത്ത ഭ്രാന്താണ്. സർ, ഇതിന് തെമ്മാടത്തിലൊന്നോ ഭ്രാന്തൊന്നോ വിളിക്കരുത്. 10 വർഷം സാർ ഒരു മനുഷ്യനെ വഞ്ചിച്ചു. അതിനുള്ള തിരിച്ചടിയാ ഇത്. നിങ്ങൾ രണ്ടുപേരും എന്നെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. എന്ത് ഭവിഷ്യത്താണ് സാറേ? താൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. എടോ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലയാളിക്ക് പോലും അവസാനം പറയാനുള്ളത് ഏത് കോടതിയും കേൾക്കും. ആ അവസരം പോലും താൻ എനിക്ക് തന്നില്ലല്ലോ. പക്ഷെ സത്യം എന്താണെന്ന് തന്റെ മുന്നിൽ തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. നിങ്ങളൊരു വഞ്ചകനാണ് വക്കീലെ. എടോ, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. കെട്ടിച്ചുടമ്പറാർത്തി ഇല്ലെങ്കിൽ ഈ കളി തീക്കളിയാവും. എന്ത് കളിക്കും തയ്യാറായിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. 10 വർഷമായിട്ട് എന്റെ ജീവിതം നരകത്തിലാ. അതിലും വലിയ നരകം ഇനി വേറെ ഏതാ?
ഞാൻ നിങ്ങളെ കൊല്ലാനൊന്നും പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഈ കെട്ടഴിച്ചോളാം. അതുവരെ നിങ്ങൾ സഹിച്ചേ പറ്റൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ജീവിതം. നിങ്ങൾ തകർത്തെറിഞ്ഞ എന്റെ ജീവിതം. സത്യം മുന്നിൽ വന്നെന്ന് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കില്ല. ഇനി നിങ്ങളത് കണ്ടു തന്നെ മനസ്സിലാക്ക. ദാ നോക്ക്.